പെരുവള്ളൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിൽ 1 കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ വിട്ടുനിന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ മെമ്പർമാർ ഇന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു ബഹിഷ്കരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വളരെ ശക്തമായ UDF സംവിധാനത്തിൽ 21 വാർഡുകളിൽ 20 വാർഡുകളും UDF കരസ്ഥമാക്കി. വളരെ താഴെത്തട്ടിൽ UDFിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും പ്രവർത്തകർ ഏറ്റെടുത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കോൺഗ്രസ് വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ അവർക്ക് മാറിക്കൊടുത്തു. 5-ാം വാർഡ് ഞങ്ങളെടുത്തു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDFിനും ഒരു വിധത്തിലുള്ള സംവിധാനവും ഇല്ലാത്ത 15-ാം വാർഡ്, ആ വാർഡ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് UDFിൻ്റെ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂടി കിട്ടിയ ഒരു മാൻഡേറ്റ് എന്ന രീതിയിൽ UDFിൻ്റെ ശക്തമായ വിജയത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളും പഞ്ചായത്തിലെ UDFിൻ്റെ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരും നോക്കിക്കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഇന്ന് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വത്തിലുള്ള ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഞങ്ങൾക്കത് തരേണ്ടതാണ്, ഞങ്ങൾക്കത് അവകാശപ്പെട്ടതാണ് എന്ന വാദമുണ്ട്. അവർ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങളത് വാങ്ങണമെന്ന് മുസ്ലിം ലീഗിൻ്റെ തന്നെ, യൂത്ത് ലീഗിൻ്റെ അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചില്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്രയേറെ ശക്തമായ രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇലക്ഷനെ നേരിട്ടിട്ട് കോൺഗ്രസ്സിന് അർഹതപ്പെട്ടത് ലഭിക്കാതെ പോയതിൻ്റെ കാരണങ്ങൾ അവർ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് കൂടുതൽ മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കത് തരാൻ പറ്റില്ല എന്നൊക്കെ രീതിയിലുള്ള വളരെ ബാലിശമായ വാദഗതികളാണ് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് മുസ്ലിം ലീഗിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾക്ക് പോലും അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നിമിഷം വരെ ഇന്ന് രാവിലെ 10 മണി വരെ ഞങ്ങൾ പ്രതീക്ഷയിലായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം ജില്ലാ നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ ആഗ്രഹിച്ചതും. ഞങ്ങളുടെ ആദ്യ ഘട്ടത്തിലുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ബഹിഷ്കരിച്ചു. പാർട്ടി കൂട്ടമായി എടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ 6 മെമ്പർമാരിൽ 5 മെമ്പർമാർ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ദിനേശ് VP 7-ാം വാർഡ് മെമ്പർ ഇവിടെ സ്ഥലത്തില്ല. മറ്റെല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നേതാക്കളും ഇവിടുത്തെ കാരണവന്മാരും കോൺഗ്രസിൻ്റെ പ്രമുഖരെല്ലാവരും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ്. ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രതിഷേധം നൽകി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഇതിനു മുമ്പും ആദ്യമായിട്ടാണ് UDFിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. നിരന്തരമായി ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു സംവിധാനത്തോടുള്ള പാർട്ടി പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ വിട്ടുനിൽക്കലിലേക്ക് പോയിട്ടുള്ളത്. വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പൻ മുഹമ്മദ് ഹനീഫ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് അവരുടെ പ്രവർത്തകരുടെ വികാരങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമായി മുന്നോട്ട് പോകും. പെരുവള്ളൂർ പഞ്ചായത്തിലെ 21 അംഗങ്ങളിൽ ലീഗിന് 14, കോൺഗ്രസിന് 6, BJPക്ക് 1 വീതമാണ് അംഗങ്ങളുള്ളത്. 3 അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കും ലീഗ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. പൊളിറ്റിക്കൽ ഡെസ്ക്, എയർ1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്,
സ്പെഷ്യലി ഫോർ യു.